മുല്ലപ്പെരിയാറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ വൃഷ്ടിപ്രദേശത്ത് അതിശക്തമായ മഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നീരൊഴുക്കിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതനുസരിച്ച് 9 ഷട്ടറുകൾ തുറന്നു എന്ന് പറയുന്നു. കട്ടപ്പന അടക്കമുള്ള സ്ഥലങ്ങളിൽ 5ഓളം വാഹനങ്ങളാണ്, ടെമ്പോ ട്രാവലർ അടക്കമുള്ള 5 വാഹനങ്ങളാണ് ഒഴുകിപ്പോയത്. വലിയ വാർത്തയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്നും ഇടുക്കി ജില്ലയിൽ നിന്നും വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ 3 ഘടകങ്ങൾ കൊണ്ടാണ് ഡാമിന് ഭീഷണി വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഇന്നലെ വരെ പറഞ്ഞിരുന്നത്. ചുണ്ണാമ്പ് സുർക്കിയൊക്കെ കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് അത് സ്ട്രക്ചറലായി പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ ചോർന്നൊലിക്കാനോ ഒക്കെ ഉള്ള ബലക്ഷയം വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ നിർമ്മാണത്തിലെ ബലക്ഷയമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോഴിതാ ഭീഷണി വരാൻ പോകുന്നത് ഹൈഡ്രോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടാണ്, മഴയുടെ മാറ്റം കൊണ്ടാണ്. വലിയ മഴയാണ്, 1924 ഓർമ്മിപ്പിക്കുന്ന നിലയിലുള്ള വലിയ മഴയാണ് ഇപ്പോൾ തുടർച്ചയായി മുല്ലപ്പെരിയാർ കാച്ച്മെൻറ്റ് ഏരിയയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിക്കുന്ന വളരെ കൃത്യമായ ഡേറ്റകൾ പോലും പലപ്പോഴും ഉണ്ടോ എന്നുള്ള ചോദ്യവും വളരെ പ്രധാനമാണ്. കാരണം നമ്മുടെ മാറുന്ന മഴയ്ക്കനുസരിച്ചുള്ള കൃത്യമായ ഡേറ്റയും മുന്നറിയിപ്പുകളും കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനമാണ്. മഴ വരും, ഇന്ന ദിവസം വരും, തുലാവർഷം ഇപ്പോൾ വരും, കാലവർഷം ഇപ്പോൾ വരും എന്നുള്ള ഡേറ്റയൊക്കെ കൊടുക്കാൻ പറ്റുന്നല്ലാതെ വളരെ കൃത്യമായി പ്രാദേശിക തലത്തിലെ മഴയെ സംബന്ധിക്കുന്ന ജില്ലാതലത്തിലൊക്കെ മഴ അലർട്ടുകൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയി. റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഗ്രീൻ അലർട്ടും യെല്ലോ അലർട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. പക്ഷെ പോകുമ്പോഴും മുല്ലപ്പെരിയാർ ഡാം പോലുള്ള ഒരു ഡാമിൻ്റെയൊക്കെ വൃഷ്ടിപ്രദേശത്ത് എത്രയാണ് നീരൊഴുക്ക്, മിനിറ്റിലെത്ര, മണിക്കൂറിലെത്ര, ദിവസം എത്ര മഴയാണ് അകത്ത് പെയ്യുന്നത്, ഡാമിൻ്റെ സൈറ്റിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ ഏറ്റവും ഉൾപ്രദേശത്ത് എത്ര മഴയാണ് പെയ്യുന്നത് എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഇനിയും നമുക്ക് ഡേറ്റകൾ കിട്ടേണ്ടതുണ്ട്. എന്തായാലും ഡാം വീണ്ടും വലിയ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നു. പ്രധാനമായി നമ്മുടെ മന്ത്രി തന്നെ, ശ്രീ റോഷി അഗസ്റ്റിൻ, ജലവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, സിറ്റുവേഷൻ അത്ര സുഖകരമല്ല, കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രതിസന്ധി വരാം എന്നുള്ള നിലയിൽ മന്ത്രി തന്നെ സൂചനകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ അത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ, ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. എന്തായാലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്നുള്ള ചോദ്യത്തിനപ്പുറം ആ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന മഴ എന്തുമാത്രം കലാമിറ്റികൾ നാട്ടിൽ ഉണ്ടാക്കും. നമ്മൾ പറഞ്ഞു കേട്ടതിനപ്പുറമുള്ള പ്രദേശങ്ങളിലേക്ക് ഇതിൻ്റെ ഉപ്പുതറ പോലുള്ള പ്രദേശങ്ങളാണ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കട്ടപ്പനയും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ മഴ വന്ന് വളരെ വലിയ തോതിൽ മഴ വന്ന് വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഒരേ സമയം ഇടുക്കി ഡാമിൻ്റെ കാച്ച്മെൻറ്റിലും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റിലും ഇടുക്കി ജില്ലയിലാകെ വലിയ മഴ വന്നാൽ എങ്ങനെയാണ് ഇത് ഈ ഡാമുകൾ താങ്ങുക എന്നുള്ളൊരു ചോദ്യം വളരെ കൃത്യമായുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ഇടുക്കി ഡാം പ്രദേശത്ത് മഴ കുറഞ്ഞിരിക്കുകയും മുല്ലപ്പെരിയാറിൽ നല്ല വെള്ളമായാൽ അതിനെ താങ്ങുവാനുള്ള, ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് താങ്ങുവാനുള്ള സംവിധാനം ഇടുക്കിക്കുണ്ട്. പക്ഷേ രണ്ടിടത്തും വലിയ മഴ വന്നാൽ അത് വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കാലാവസ്ഥ അങ്ങനെയാണ് മാറി നമ്മളോട് പല്ലിളിച്ച് കാണിക്കുന്നത്. മഴ വലിയ തോതിലാണ് നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായ നടപടികളാണ് വേണ്ടത്. ചർച്ചകൾക്കപ്പുറം, സെമിനാറുകൾക്കപ്പുറം, സമരങ്ങൾക്കപ്പുറം വളരെ കൃത്യമായ നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സെമിനാറുകളും ചർച്ചകളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കണം. കാരണം ഭരണകൂടങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ഉണർത്താൻ വേറെ മാർഗമില്ല. ആ നിലയിൽ ചർച്ചകളും സെമിനാറുകളും മീറ്റിങ്ങുകളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കട്ടെ. പക്ഷേ എന്തായാലും ഭരണകൂടങ്ങൾ, കേന്ദ്ര സർക്കാർ, സെൻട്രൽ വാട്ടർ കമ്മീഷൻ, അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാർ, കേരള സർക്കാർ, 3 ഏജൻസികൾ ഇതിനകത്ത് കൃത്യമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. സുപ്രീം കോടതിയും കൃത്യമായി ഇതിനകത്ത് ചില ഡയറക്ഷൻസ് കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ അവർ ഇടപെട്ടിരുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയും ഇതിനകത്ത് ഇടപെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.